ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്ന് രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റി സാബുവിനായിരുന്നു നമ്മുടെ ബിഗ് ബോസ് കൊടുത്തത്. ബിഗ് ബോസ് വീട്ടിൽ നിന്നും നല്ല ഫെയിം ഒക്കെ കിട്ടിയിട്ട് പുറത്തിറങ്ങിയാൽ എങ്ങനെ വേണം എന്ന് സംസാരിക്കണം, അതിനെ നമ്മുടെ ലൈഫിൽ അത് എങ്ങനെ ഗുണം ചെയ്യിപ്പിക്കണം എന്ന കാര്യങ്ങളൊക്കെയാണ് സാബു മോൻ അവിടെ സംസാരിക്കുന്നത്. സാബു വളരെ നന്നായിട്ട് തന്നെ സംസാരിച്ചു, ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമൊക്കെ കൊടുത്തു. അനീഷ് ഒഴികെ പലരും ചോദ്യങ്ങൾ ചോദിച്ചു, വളരെ മാന്യമായ രീതിയിൽ തന്നെ അതിന് മറുപടി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു സാബു മോൻ. പക്ഷെ അനീഷ് ചോദിച്ചത്, ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഷോയിൽ എന്തുകൊണ്ടാണ് കൂടുതൽ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരുന്നത്, പകരം സാധാരണക്കാരായ ആൾക്കാരെ കൂടുതൽ കൊണ്ടുവരേണ്ടേ, ഇങ്ങനെ ആർട്ടിസ്റ്റുകൾക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇതിലേക്ക് ചാൻസ് കൊടുക്കുന്നത്, അവർ വന്നു കഴിഞ്ഞാൽ അഭിനയിച്ച് നിൽക്കത്തില്ലേ എന്നാണ് നമ്മുടെ അനീഷ് ചോദിക്കുന്നുണ്ട്. അപ്പോഴും സാബു പറയുന്നുണ്ട്, ഇവിടുത്തെ ഡിസ്കഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമല്ല അനീഷ് ചോദിച്ചത്, അതുകൊണ്ട് അതിന് എനിക്ക് മറുപടി പറയാനും ഇല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് സാബു അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. പിന്നെ അതിനെ ചൊല്ലി അത്യാവശ്യം നല്ല വാക്ക് തർക്കവും വഴക്കും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. സാബു നല്ല മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് അനീഷ് ഇവിടെ ഇരുന്ന് പറയുന്ന 2-3 ഡയലോഗ് ഉണ്ട്. അതായത് ബിഗ് ബോസ് ഷോയ്ക്കകത്ത് മിനിമം സാധാരണക്കാരായ 5 പേരെങ്കിലും ഉണ്ടാവണം, ഈ ഷോയിൽ ഉണ്ടായേ പറ്റൂ, നമ്മുടെ സമൂഹത്തിൽ എല്ലാ മേഖലയിലുള്ള ആളുകൾ ഉണ്ടാവണം എന്നേ പറ്റുള്ളൂ എന്നൊക്കെ അനീഷ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ സാധാരണക്കാരനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ, എന്തിനാണ് അഭിനേതാക്കളെ കൂടുതൽ കൊണ്ടുവരുന്നത്, ഇത്രയും അഭിനേതാക്കളുടെ ആവശ്യം എന്താണ്, എന്തൊക്കെയാണ് ഇവിടെ അനീഷ് ഇരുന്ന് ചോദിച്ചെന്നറിയാം. സത്യം പറയാലോ, ആർട്ടിസ്റ്റിനേക്കാൾ ഈ സീസണിൽ അഭിനയിച്ചു നിൽക്കുന്ന ഒരു വ്യക്തി ആരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനീഷ് എന്ന് തന്നെ പറയേണ്ടി വരും കേട്ടോ. എന്നിട്ട് പറയും, ഞാൻ അഭിനയിക്കുന്നില്ല, ഞാൻ ഗെയിം കളിക്കുന്നില്ല എന്നൊക്കെയാണ് അനീഷ് പറയുന്നത്. നന്നായി അഭിനയിക്കാൻ അറിയാവുന്ന ആളാണ് ഈ അനീഷ്. അതുകൊണ്ട് തന്നെ ഈ സാധാരണക്കാരെന്ന കാർഡ് കൊണ്ട് ഈ അനീഷ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവാത്തെ. ഈ അനീഷ് ഒരു സാധാരണക്കാരനാണോ? ഇയാൾ ഒരു എഴുത്തുകാരനല്ലേ, നല്ലൊരു സർക്കാർ ജോലിയുണ്ട്, നല്ല സാമ്പത്തിക ചുറ്റുപാടുണ്ട്, ഇയാൾ അവിടെയുള്ള മറ്റെല്ലാ ആർട്ടിസ്റ്റിനേക്കാളും നല്ലൊരു സമ്പന്നൻ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ലൈഫ് ലോങ് സെറ്റിൽഡ് ആയ ഒരു മനുഷ്യനാണ് നമ്മുടെ ഈ അനീഷ്. പിന്നെ എങ്ങനെയാണ് സത്യത്തിൽ അനീഷ് ഇവിടെ സാധാരണക്കാരനാവുന്നത്? അനീഷ് പറയുന്നത് പോലെ ബിഗ് ബോസ് വീട്ടിൽ അഭിനേതാക്കൾ മാത്രമാണോ ഉള്ളത്? അല്ല, നമ്മൾ ഇപ്പോഴുള്ളവരെ തന്നെ എടുത്തു നോക്കാം നമുക്ക്. നമ്മുടെ സാബു മോൻ, അക്ബർ, ആദില, നൂറ, നെവിൻ, ഇവരാരും അഭിനേതാക്കളല്ല. ആകെ ഇപ്പോൾ അഭിനേതാക്കളായിട്ട് അവിടെ ഉള്ളത് നമ്മുടെ ഷാനബാസ്, വിന്നി, ലക്ഷ്മി, അനുമോള് മാത്രമൊക്കെയാണ് ഉള്ളത്. ഇവിടെ ശരിക്കും ഒരു ഷോയ്ക്കകത്ത് 5-6 പേര് മാത്രമാണ് അഭിനേതാക്കളായിട്ട് വരുന്നത്. ബാക്കി എല്ലാവരും സാധാരണക്കാർ തന്നെയാണ്. അനീഷ് ഉദ്ദേശിക്കുന്ന സാധാരണക്കാർ എന്ന് പറയുന്നത് ഫിനാൻഷ്യലി സെറ്റിൽ അല്ലാത്ത, സമൂഹത്തിൽ അങ്ങനെ അറിയപ്പെടാത്ത ഒരു സാധാരണ ജീവിതം നയിക്കുന്ന വ്യക്തികളെയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിലൊരിക്കലും അനീഷ് പെടില്ല. ഇനിയിപ്പോഴ് അനീഷ് സാധാരണക്കാരനാണെങ്കിൽ അവിടെയുള്ള മറ്റെല്ലാവരും സാധാരണക്കാർ തന്നെയാണ്. അവരൊക്കെ അവരുടെ ഉപജീവന മാർഗമായിട്ട് ഓരോ ജോലികൾ തിരഞ്ഞെടുത്തു എന്ന് മാത്രം. അപ്പോഴ് എല്ലാവരും സാധാരണക്കാർ തന്നെയല്ലേ. പിന്നെ ഇവിടെ ഇതൊരു TV ഷോയാണ്, കോടിക്കണക്കിന് രൂപ മുടക്കി നടത്തുന്ന ഒരു വലിയൊരു ഷോ. പിന്നെ അത്യാവശ്യം നല്ല ഒരു ഫേസ് വാല്യൂ ഉള്ളവരെ വേണ്ടി ഇതിലേക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് TV ഷോ എന്ന് പറയുന്നത് തന്നെ ഒരു എന്റർടൈൻമെന്റ് നൽകുന്ന ഷോ ആണ്. ഇപ്പോൾ പിന്നെ അതിന് യോജിക്കുന്നവരെ വേണം ഇതിലേക്ക് തിരഞ്ഞെടുക്കാൻ. അതുകൊണ്ട് തന്നെ പല പല മേഖലകളിൽ നിന്നുള്ളവരെയാണ് ഇതിലേക്ക് ഈ ഒരു സീസണിലേക്ക് ഈ സീസണിലേക്ക് എന്നല്ല, മറ്റെല്ലാ സീസണിലേക്കും തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ സാധാരണക്കാരൻ എന്നൊരു കാറ്റഗറി ഉപേക്ഷിച്ചിട്ട് സത്യത്തിൽ അനീഷിനെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ എന്ന ഒരു കാറ്റഗറിയിലേക്ക് വേണം ഇടാൻ. അല്ലെങ്കിൽ ഈ റൈറ്റർമാരുടെയൊക്കെ പ്രതിനിധിയായിട്ട് വേണം അനീഷിനെ കൊണ്ടുവരാൻ. ഇവിടെ ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള ഒരു വ്യക്തി സാധാരണക്കാരൻ എന്ന് പറഞ്ഞ് ബിഗ് ബോസ് കൊണ്ടുവന്നില്ലേ, സത്യത്തിൽ ബിഗ് ബോസ് ലീഡർ വേണം അടി കൊടുക്കാൻ കേട്ടോ. ഇവിടെ സത്യത്തില് ബിഗ് ബോസിനെ ക്ഷണത്തിൽ വന്നിട്ട് ഇപ്പോൾ ബിഗ് ബോസിന് തന്നെ ക്ലാസ് എടുക്കുകയല്ലേ അനീഷ് ഇവിടെ ചെയ്യുന്നത്. അനീഷ് ഇപ്പോഴിങ്ങനെയാണെങ്കിൽ മിക്കവാറും ലാലേട്ടന് നേരെയും തിരിച്ചു പറയാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. നിങ്ങൾ ഇവിടെ ഈ പണി ചെയ്യേണ്ട, ഞാൻ ചെയ്തോളാം എന്ന് വരെ നമ്മുടെ അനീഷ് പറയാൻ ചാൻസ് കൂടുതലാണ്. ഇത്രയും വലിയൊരു ഷോയിൽ ഫേസ് വാല്യൂ ഉള്ള ആൾക്കാരെ കൊണ്ടുവന്നാൽ മാത്രമല്ലേ സത്യത്തിൽ ഓഡിയൻസിന് താല്പര്യം ഉണ്ടാകുള്ളൂ. അനീഷ് പറയുന്ന പോലെ ഈ ആർട്ടിസ്റ്റ് ഇല്ലാത്ത ഒരു ഷോയിൽ അനീഷ് പറഞ്ഞതുപോലെ അനീഷിനെ പോലുള്ള സാധാരണക്കാരെ മാത്രം കാണിച്ചു കഴിഞ്ഞാൽ ഈ ഷോ ആരെങ്കിലും കാണുമോ? സത്യത്തിൽ ആരും കാണില്ല. അതുകൊണ്ട് തന്നെ പല മേഖലകളിൽ നിന്നുള്ളവരുടെ കൂടെ നമ്മുടെ അനീഷിനെ പോലുള്ളവർ വരുമ്പോഴാണ് ഓഡിയൻസ് ശ്രദ്ധിക്കുന്നത്. ഒരു ഷോ തുടങ്ങുമ്പോൾ ആദ്യം ഓഡിയൻസ് ആർട്ടിസ്റ്റുകളെ ശ്രദ്ധിക്കും, അത് ഉള്ള കാര്യം തന്നെയാണ്. എന്നാൽ പോകെ പോകെ ആർട്ടിസ്റ്റിനേക്കാൾ നന്നായിട്ട് മറ്റുള്ളവർ പെർഫോം ചെയ്യുകയാണെങ്കിൽ പിന്നെ നല്ലൊരു ഓഡിയൻസ് സപ്പോർട്ടൊക്കെ അവർക്കായിരിക്കും കിട്ടുന്നത്. ഇവിടെ ഇപ്പോൾ ഇങ്ങനൊരു ഷോയിൽ ഇത്തരം ആൾക്കാരോടൊപ്പം എത്താൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമല്ലേ സത്യത്തിൽ ആൾക്കാർ അനീഷിനെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് അനീഷ് അവിടെ നിന്ന് സംസാരിക്കുന്നത് കേട്ടോ. ശരിക്കും പറയുവാണെങ്കിൽ അനീഷ് ഉണ്ടല്ലോ, നമ്മുടെ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ഒരു പ്രവൃത്തി ഉണ്ടല്ലോ, അതാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഷോ ഉണ്ടാക്കിയവർക്കറിയാം ഇതിൽ ആരെ കൊണ്ടുവരണം, എങ്ങനെ കൊണ്ടുവരണം, ഏത് രീതിക്ക് മത്സരിക്കണം എന്നൊക്കെ. അത് ആണോ അനീഷ് പറഞ്ഞു കൊടുക്കേണ്ട ഒരാവശ്യവും ഇല്ല. ഈ അനീഷ് പറയുന്നത് പോലെ ഇവിടെ 5 പേര് വേണം, അല്ല 6 പേര് വേണം സാധാരണക്കാരനായിട്ടെന്ന് പറയാൻ ഇതൊരു സർക്കാരിന്റെ പദ്ധതിയൊന്നും അല്ല. നമ്മുടെ ഈ സീറ്റ് സംവരണം ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട് ഇതൊരു ഷോയാണ്, ഒരു എന്റർടൈൻമെന്റ്
ഷോ. അങ്ങനെയുള്ള ഒരു ഷോയെ ഹിറ്റാകാൻ വേണ്ടിയിട്ട് ഓഡിയൻസിനെ പിടിച്ചിരുത്താനും വേണ്ടി കഴിയുന്നവരെ മാത്രമേ ഈ ഒരു ഷോയിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. അല്ലാതെ പിന്നെ കോടികളൊക്കെ മുടക്കിയിട്ട് വെറുതെ തിന്നും കുടിച്ചു ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ആൾക്കാർ, അത് ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാത്ത ആൾക്കാരെ കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തിയിട്ട് ഈ ബിഗ് ബോസ് ഷോ നടത്തുന്നവർക്ക് എന്ത് കാര്യം കിട്ടാനാണ്? ഒരു സാമാന്യ ബോധമുള്ളവർ ഒരിക്കലും ഇങ്ങനെ ഒന്നും സംസാരിക്കത്തില്ല. എത്ര ഇന്റർവ്യൂകൾ കഴിഞ്ഞിട്ടാണെന്ന് പറയാം നമ്മുടെ ഈ ബിഗ് ബോസ് ഷോയ്ക്കകത്തേക്ക് ഓരോരുത്തരെയും നമ്മൾ ബിഗ് ബോസ് സെലക്ട് ചെയ്യുന്നത് നോക്കണം. ഇതിന്റെ പിറകിൽ എത്രയോ ആൾക്കാരുടെ എഫേർട്ട് ഉണ്ട്. ഇത്രമാത്രം വളരെ കൃത്യതയോടുകൂടി ചെയ്യുന്ന ഈ ഒരു ഷോയില് അനീഷ് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് അത് വളരെ മോശമായ രീതിയിൽ സംസാരമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇവിടെ ഇനി എത്ര ആർട്ടിസ്റ്റുകൾ വന്നാൽ തന്നെ ഇവിടെ ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ വലിയ ആർട്ടിസ്റ്റെന്നോ ചെറിയ ആർട്ടിസ്റ്റെന്നോ അല്ലെ സാധാരണക്കാരെന്നോ അങ്ങനത്തെ ഒരു വേർതിരിവും അവിടെ കണ്ടിട്ടില്ല. ഈ കഴിഞ്ഞ ഓരോ സീസണിലും അങ്ങനെ കണ്ടിട്ടില്ല. ഇതുപോലെ നമ്മുടെ ഈ ഏഷ്യാനിലൊക്കെ നടത്തുന്ന ഒരു ഷോയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏഷ്യാൻ്റെ പ്രോഡക്റ്റ് ആയ ആൾക്കാർ എന്തുകൊണ്ട് നമ്മുടെ ബിഗ് ബോസ് സീസണിൽ വന്നിട്ട് വിജയിക്കാത്തത്? നമ്മുടെ ഏഷ്യാനിന് വേണമെങ്കിൽ അവരെ വിജയിപ്പിക്കാമല്ലോ. പക്ഷെ അങ്ങനെ ഇല്ല. എല്ലാ സീസണുകളിലും സാധാരണക്കാരായ ആൾക്കാർ, അതായത് ആർട്ടിസ്റ്റ് അല്ലാത്ത ആൾക്കാർ തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. ഇനി എത്ര വലിയ ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ പോലും ബിഗ് ബോസ് വീടിനകത്ത് കയറി കഴിഞ്ഞാൽ അവിടെ എല്ലാവർക്കും തുല്യമായ പരിഗണനയാണ് ഈ ഒരു ഷോയിൽ കൊടുക്കുന്നത്. അത് ബിഗ് ബോസ് സീസൺ ഫസ്റ്റ് തൊട്ട് ഈ സീസൺ വരെ കണ്ടവർക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ സത്യത്തിൽ ഈ ബിഗ് ബോസ് ഷോയെ കുറിച്ചിട്ട് അനീഷ് എന്ത് കാര്യമായി പഠിച്ചു വെച്ചിരിക്കുന്നത്? കുറെ കാലമായിട്ട് നമ്മുടെ ബിഗ് ബോസ് ഷോ കാണുന്നുണ്ട്, ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് അതൊക്കെ അരച്ച് കലക്കി കുടിച്ചിട്ടാണ് വന്നേക്കുന്നൊക്കെ അല്ലേ പറയുന്നത്. എനിക്ക് തോന്നുന്നു അനീഷ് സത്യത്തിൽ ബിഗ് ബോസ് ഷോ എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് തോന്നുന്നുണ്ട് കൂടെ കയറി പോന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം അനീഷ് പറഞ്ഞ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ബിഗ് ബോസ് ഏത് രീതിയിലാണ് എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് വരുന്ന എപ്പിസോഡോ ലൈവിലൊക്കെ കാണാൻ പറ്റുമായിരിക്കും.